നമസ്കാരം. അപ്പന്മാരെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തതുകൊണ്ട് കുറച്ച് അമ്മമാർ പറഞ്ഞു ഞങ്ങളെപ്പറ്റിയും കൂടി പറയണമെന്ന്. ഞങ്ങളെപ്പറ്റിയും കൂടി അച്ഛൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ചെറുപ്പത്തിൽ ഒരുപാട് ഉൾബലമുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പ്രത്യാശയുടെ തിരിതെളിച്ച ഒരുപാട് ജീവിതങ്ങൾ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കായികപരമായിട്ടുള്ള മേൽക്കോയ്മ പുരുഷനാണെങ്കിലും മാനസികമായിട്ടുള്ള ഉൾബലവും ഉൾക്കരുത്തും ഒക്കെ സ്ത്രീക്ക് പുരുഷനേക്കാൾ അധികമാണ്. ഭർത്താവിൻ്റെ മദ്യപാനം, മക്കളുടെ അനുസരണമില്ലായ്മ, വീട്ടിലെ സാമ്പത്തിക ഞെരുക്കം, ഇതിനെയൊക്കെ അതിജീവിക്കാൻ തൊണ്ട് തല്ലിയും ചകിരി പിരിച്ചും കയറ് പിരിച്ചും അതുപോലെ ചെറിയ മൈക്കാട് പണി ചെയ്തും അങ്ങനെ വളരെയേറെ ജോലി ചെയ്യുന്ന ഒരുപാട് അമ്മമാരെ ചെറുപ്പത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വീട്ടിലൊരു സങ്കടമോ ഒരു സാമ്പത്തിക ഞെരുക്കമോ ഒരു രോഗമൊക്കെ ഉണ്ടായാലും ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് അസാധാരണമായ ഒരു പ്രത്യാശയുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടാവും. ഒരുപക്ഷെ അവൾ പെങ്ങളാകാം, അമ്മയാകാം, അമ്മാമ്മയാകാം, അല്ലെങ്കിൽ കൂട്ടുകാരിയാകാം. ഇങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടാവും. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ എല്ലാ സഹനങ്ങളെയും അതിജീവിക്കാനൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സാമീപ്യം സങ്കടങ്ങളുടെ ഭാരം ലഘൂകരിക്കും. കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അടിമുടി മുഴുവൻ സ്ത്രീകളാണ്. വേറോനിക്ക, ക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധ മറിയം, കുരിശിൻ്റെ താഴെ നിൽക്കുന്ന ഭക്തയായ സ്ത്രീകൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മരിച്ചു ഉയർപ്പിച്ച ലാസറോ, സ്വന്തം മകളെ ഉയർപ്പിച്ച ജായറോസോ, അല്ലെങ്കിൽ ശിഷ്യന്മാരോ, ഇവരൊന്നും ക്രിസ്തുവിനെ കുരിശിൻ്റെ സങ്കടങ്ങളുടെ വഴിയിൽ അനുഗമിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഒരുപറ്റം സ്ത്രീകൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയും അവൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീക്ക് അത്രമേൽ ആശ്വാസവും പ്രതീക്ഷയും പകരാൻ പുരുഷനേക്കാൾ കൂടുതൽ കഴിയും. അവൾക്ക് അത്രമേൽ ഉൾബലമുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യ ഭരിച്ച ഒരുപാട് പ്രഗത്ഭന്മാരായ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടും ഇന്നും എല്ലാവരും തന്നെ പറയും ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെപ്പറ്റി. കാരണം സ്ത്രീയുടെ ഉൾക്കരുത്ത് എന്നത് അത്രമേൽ ഉൾബലം ചേർന്നതും അതുപോലെ അവളുടെ ആർജവത്വവും അവളുടെ പ്രതീക്ഷയും ഒക്കെ പുരുഷനേക്കാൾ അധികവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ത്രീകളാൽ ഓരോ ജീവിതങ്ങളും അനുഗ്രഹീതമാകട്ടെ. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ സങ്കടം ഉണ്ടാകുമ്പോൾ അവയൊക്കെ സ്ത്രീക്ക് പുരുഷനേക്കാൾ അധികമായി ആശ്വസിപ്പിച്ച് പ്രതീക്ഷയോടുകൂടി പുരുഷനോടൊപ്പം നിൽക്കാൻ പറ്റും. വേറോനിക്കായുടെ തിരുമുഖത്ത് തുവാലയിൽ ക്രിസ്തു തൻ്റെ തിരുമുഖം തുടച്ച് ഒരു പ്രതീക്ഷ, ഒരാശ്വാസം ആ കുരിശിൻ്റെ വഴിയിൽ കണ്ടെത്തിയത്. മുന്നോട്ടുള്ള യാത്രയിൽ കുരിശിൽ കിടക്കുമ്പോഴും ഒരു പറ്റം സ്ത്രീകൾ അവൻ്റെ കുരിശിൻ്റെ താഴെ നിന്ന് അവൻ്റെ സങ്കടത്തോട്, അവൻ്റെ ഞെരുക്കത്തോട് പങ്കുചേർന്ന് ഞങ്ങൾ അവനോടൊപ്പമാണെന്ന് പറഞ്ഞതിൻ്റെ ആർജവത്വം. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷനേക്കാൾ സങ്കടങ്ങളെ അതിജീവിക്കുന്നതിൽ ഒരു പടി മേലെയാണ്. നന്ദി, നമസ്കാരം.